ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില ചെറിയ വാക്കുകളെ പറ്റിയിട്ടാണ്. കേൾക്കുമ്പോൾ വളരെ സാധാരണമായി തോന്നുമെങ്കിലും ഈ 3 വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ തടയുന്നു എന്നതാണ് സത്യം. നമ്മൾ അറിയാതെ പോലും ഈ വാക്കുകൾ നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ വാക്കുകളുടെ ദോഷകരമായ സ്വാധീനം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ നിത്യ സംഭാഷണത്തിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന്. ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയും നിങ്ങൾക്ക് അത്ഭുതകരമായ ഫലങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ വാക്കായിട്ട് നോക്കാം. അവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ വാക്ക് നമ്മൾ സാധാരണയായി നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. ഞാൻ പ്രതീക്ഷിക്കുന്നു, ഐ ഹോപ്പ്. നിങ്ങൾ ഈ വാക്ക് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് എനർജി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് വികാരം ഈ വാക്കിന് പിന്നിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ യാദൃശ്ചികമായി അത് സംഭവിക്കും എന്ന് കരുതുന്നു. നിങ്ങളിത് പറയുമ്പോൾ അത് സംഭവിക്കില്ല എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും മാന്ത്രികത സംഭവിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചേക്കാം. ഇങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ സ്വയം ഒരു അഭാവത്തിന്റെ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ നിങ്ങൾ യോഗ്യനല്ല എന്ന് നിങ്ങൾ അറിയാതെ പറയുകയാണ്. ഇത് വളരെ നിസ്സാരമായിട്ട് പുറത്തു വരുന്ന ഒരു വാചകമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദോഷം നമ്മൾ അറിയുന്നേയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് സമ്പന്നനാവാൻ കഴിയുമെന്ന്. ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കൊരു മികച്ച ജീവിതം ഉണ്ടാകുമെന്ന്. അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കൊരു ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന്. അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല അവസരങ്ങൾ എന്നെ തേടി എത്തുമെന്ന്. അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുമെന്ന്. അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ സ്വപ്ന വീട് വാങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ലോകം ചുറ്റാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ആവർത്തിക്കുന്നത് നിങ്ങളുടെ ചുറ്റും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ചുഴി സൃഷ്ടിക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് പറയുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ. ഇവിടെ നിങ്ങൾ ഒരുതരം സംശയത്തിലാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്, ഇത് നടക്കില്ല എന്ന്. ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് വൈബാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ആകർഷണ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആകർഷണ നിയമം നിങ്ങളുടെ ഊർജത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന ഊർജം എന്താണോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളൊരു അഭാവത്തിൻ്റെ അയോഗ്യതയുടെയും ഊർജത്തിൽ നിന്നാണ് വരുന്നെങ്കിൽ അതാണ് നിങ്ങൾ സ്വയം ആകർഷിക്കാൻ പോകുന്നത്. നിങ്ങൾ എത്രത്തോളം അഭാവം അനുഭവിക്കുന്നുവോ, അതായത് ഇല്ലായ്മ അനുഭവിക്കുന്നുവോ, അത്രത്തോളം ഇല്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറം ലോകത്ത് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങളുടെ സംഭാഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ സ്വയം നിരീക്ഷിക്കുക. അവിടെ വെച്ച് തന്നെ നിർത്തി ആ വാക്കുകൾ മാറ്റുക. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും? ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന വാക്ക് ഒരു നിരാശയുടെയും ദുർബലതയുടെയും പോയിന്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ വാക്കുകളെ ഉറപ്പിന്റെയും സമൃദ്ധിയുടെയും ഊർജമുള്ള വാക്കുകളിലേക്ക് മാറ്റണം. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ആ വാക്കുകൾ എനിക്കറിയാം എന്ന് മാറ്റുക. ഉദാഹരണത്തിന്, എനിക്ക് പണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഈ പണത്തിന് ഞാൻ യോഗ്യനാണെന്ന് എനിക്കറിയാം എന്ന് പറയുക. എനിക്ക് വിജയിക്കാൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ എനിക്കറിയാം എന്ന് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും
ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന വാക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി അതിനു പകരം എനിക്കറിയാം എന്ന് ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പ്രതിഫലിക്കും. ഈ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുവാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, എനിക്ക് ധാരാളം പണമുണ്ടെന്ന് എനിക്കറിയാം, നല്ല കാര്യങ്ങൾ എന്നെ തേടി എത്തുകയാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ വരുന്ന ഊർജത്തിലെ മാറ്റം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ വാക്കുകളിൽ ഒരാവേശവും പോസിറ്റീവ് ഊർജവും ഉണ്ട് അല്ലേ? അതിനാൽ പ്രപഞ്ചം നിങ്ങൾക്ക് ആവേശവും പോസിറ്റിവിറ്റിയും തിരികെ നൽകും. ഇത് നിങ്ങളുടെ ദിനചര്യയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി ഞാൻ പറയാം. നിങ്ങളുടെ ദിവസം തുടങ്ങുമ്പോൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയൂ, എനിക്കറിയാം എൻ്റെ ജീവിതം അത്ഭുതകരമാണ്, എനിക്കറിയാം ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടും. ഇതൊരു മന്ത്രം പോലെ പറയൂ. കുറച്ച് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്താൽ നിങ്ങളുടെ മനസ്സും ശരീരവും ഈ പോസിറ്റീവ് എനർജിയിൽ മുഴുകും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടാമത്തെ വാക്കാണ്, എനിക്ക് വേണം. ഐ നീഡ് എന്നതാണ്. എനിക്ക് കൂടുതൽ പണം വേണം, എനിക്കൊരു വിജയകരമായ ബിസിനസ് ബന്ധം വേണം, എനിക്കൊരു കാറ് വേണം, എനിക്കൊരു വീട് വേണം, ഇങ്ങനെ തുടരുന്നു. നിങ്ങൾ ഓരോ തവണയും എനിക്ക് വേണമെന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ എന്ത് ഊർജമാണുള്ളതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ആവശ്യമുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾ ലളിതമായിട്ട് പറയുകയാണ്. നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ ഓടുകയാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നു. അതാണ് നിങ്ങളുടെ അർഹത എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. മിക്ക ആളുകളും ഇതറിയാതെ പോലും ഇങ്ങനെയാണ് ജീവിതം നയിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ സംസാരിക്കുമ്പോൾ അവർ പറയും, എനിക്കത് സംഭവിച്ചാൽ നന്നായിരിക്കും, എൻ്റെ സഹപ്രവർത്തകർ എന്നോട് കുറച്ചുകൂടി ദയ കാണിക്കണം, എൻ്റെ ജോലിയിൽ ആളുകൾ എന്നെ അഭിനന്ദിക്കണം. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര സമൃദ്ധിയുള്ളൊരു ലോകത്താണ്. ഈ ലോകം പണത്തിൻ്റെ സമൃദ്ധി, സ്നേഹത്തിൻ്റെ സമൃദ്ധി, ഐശ്വര്യത്തിൻ്റെ സമൃദ്ധി, സന്തോഷത്തിൻ്റെ സമൃദ്ധി, മനുഷ്യരാശിക്ക് പ്രിയപ്പെട്ട എല്ലാത്തിൻ്റെയും സമൃദ്ധി നിറഞ്ഞതാണ്. നിങ്ങൾക്ക് സ്വയം യോഗ്യതയും സമൃദ്ധിയും ഉള്ളിൽ നിന്ന് അനുഭവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും ലഭിക്കും. പ്രപഞ്ചം നിങ്ങളെ എല്ലാ മനോഹരമായ രീതിയിലും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് പുറത്തു നോക്കുന്നത് നിർത്തുക എന്നതാണ്. നിങ്ങളുടെ നിരാശ നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങളിൽ നിന്നും അകറ്റും. നിങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും കൂടുതൽ നിരാശ കാണിക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ചം നിങ്ങളെ അതിൽ നിന്നും അകറ്റി നിർത്തും. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ ഇടുന്ന ഊർജത്തിന് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ അനുഗ്രഹിക്കാനും സൃഷ്ടിക്കാനും കഴിയും. അപ്പോൾ എനിക്ക് വേണം എന്നതിന് പകരം എൻ്റെ ജീവിതം സമൃദ്ധമാണെന്ന് പറയൂ. എൻ്റെ ജീവിതം സന്തോഷവും സമ്പത്തും നിറഞ്ഞതാണ്. എനിക്കെല്ലാം ഉണ്ട്, ഞാൻ സമ്പൂർണനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ഒരു പ്ലേറ്റിൽ ചോറ് കഴിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സമൃദ്ധിയുടെ ഭാഗമല്ലേ? അപ്പോൾ നിങ്ങളുടെ ദിനചര്യയിൽ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള അനുഗ്രഹങ്ങൾ എണ്ണി പറയുക. എനിക്കൊരു നല്ല കുടുംബമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് എൻ്റെ പാഷൻ പിന്തുടരാൻ കഴിയുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമൃദ്ധിയുടെ തോന്നൽ വരും. അത് പ്രപഞ്ചത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി അയക്കും. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന മൂന്നാമത്തേതും ഏറ്റവും നെഗറ്റീവായതുമായ വാക്ക് എനിക്ക് കഴിയില്ല, ഐ കാണ്ട് എന്നതാണ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ജീവിതത്തിൽ ഇത് നേടാൻ കഴിയില്ല, എനിക്ക് വിജയിക്കാൻ കഴിയില്ല. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പുണ്ടായ ചില അനുഭവങ്ങൾ കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് വികാരങ്ങളാണ്. അത് ഇന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ നേടാൻ കഴിയില്ല എന്നാണ്. നിങ്ങളും അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഷേക്സ്പിയർ വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ നാടകങ്ങൾ ആരും വായിക്കില്ല, ഇത് സമയം കളയലാണ് എന്ന് എന്ത് സംഭവിക്കുമായിരുന്നു? സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ ചരിത്രം രേഖപ്പെടുത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാഹിത്യം ഇന്നും നമുക്കൊരു റെഫറൻസ് ആയിട്ട് നിലനിൽക്കുന്നു.
അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹം ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നു. കാരണം അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിന് കഴിയുമെന്ന്. നിങ്ങൾക്കുള്ളിലുള്ള ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. അത് സ്വതന്ത്രമായിട്ട് ഒഴുകാൻ അനുവദിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് കഴിയില്ല എന്നും പറയുന്നിടത്തോളം കാലം ആ ശക്തി പുറത്തു വരില്ല. അപ്പോൾ എനിക്ക് കഴിയില്ല എന്നതിന് പകരം എനിക്ക് കഴിയുമെന്ന് പറയൂ. എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ നേടാൻ കഴിയും. എനിക്ക് വിജയിക്കാൻ കഴിയും. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറയ്ക്കും. നിങ്ങളുടെ ദിനചര്യയിൽ ഒരു ചെറിയ ലക്ഷ്യം വെച്ച് അത് നേടാൻ ശ്രമിക്കൂ. ഉദാഹരണത്തിന്, ഞാനൊരു പുസ്തകം വായിച്ചു തീർക്കും എന്ന് പറയൂ. എന്നിട്ട് അത് ചെയ്യൂ. ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് എനിക്ക് കഴിയുമെന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ എല്ലാം കഴിയുമെന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വളർത്തുക. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന എനർജി വൈബ്രേഷനായിട്ട് യൂണിവേഴ്സ് കാത്തിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും കാണുന്ന ഓരോ ഭാവത്തിലും അതിൻ്റെ എനർജി പതിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതിന് പകരം എനിക്ക് അറിയാം. എനിക്ക് വേണം എന്നതിന് പകരം എൻ്റെ ജീവിതം സമൃദ്ധമാണ്. എനിക്ക് കഴിയില്ല എന്നതിന് പകരം എനിക്ക് കഴിയും എന്ന് പറയൂ. ഈ 3 മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതായത്, ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടാം, വാക്കുകൾക്ക് ഇത്ര ശക്തിയുണ്ടോ എന്ന്. ഉത്തരം വളരെ സിമ്പിളാണ്. അതിനേക്കാൾ വലുതാണ് ഓരോ വാക്കും ഓരോ ചിന്തയും നമ്മുടെ എനർജിയും ഫ്രീക്വൻസിയും മാറ്റുന്നുവെന്ന് നിസ്സംശയം പറയാം. അതിനാൽ ഇന്നു മുതൽ ഐ ഹോപ്പ്, ഐ നീഡ്, ഐ കാണ്ട് എന്നിവ ഒഴിവാക്കി അതിനു പകരം ഐ നോ, ഐ ഹാവ്, ഐ ക്യാൻ. ഇത് പറയുമ്പോൾ നിങ്ങൾ കാണും നിങ്ങളുടെ എനർജി തന്നെ മാറ്റപ്പെടുന്നു. യൂണിവേഴ്സ് തന്നെ മറുപടി നൽകും. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു ചെറിയ മാറ്റമാണ്. അത് ചെയ്തു നോക്കൂ. അതിൻ്റെ ഫലങ്ങൾ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഇപ്പോൾ തന്നെ തുടങ്ങൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്